നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇല്ല 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 തരില്ല. ഇതെന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞാ, ഇതെന്റെ കുഞ്ഞാ. എന്റെ മോളാ, കുഞ്ഞിനെ തരാനാ പറഞ്ഞേ. കുഞ്ഞിനെ തരാനാ പറഞ്ഞേ. നിക്ക് നിക്ക്, ഞാൻ എല്ലാം പറയാം. നിക്ക്. കുഞ്ഞിനെ എല്ലാം തീർന്നു. എന്ത് ചെയ്യും? ഒരു വഴിയേ ഉള്ളൂ. ഇല്ല, എന്റെ കുഞ്ഞാ, തരില്ല. ഇല്ല, കുഞ്ഞിനെ എന്താ എന്താ അച്ഛാ, ഇയാൾ ആദ്യത്തെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ നോക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇയാളോട് ജോലിക്ക് വെക്കണ്ടെന്ന്. ഇയാളൊന്ന് പറഞ്ഞല്ലേ കള്ള. താൻ എന്താണോ കാണിച്ചത്? ഇവളുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കിയത് എന്തിനാ? ഇറങ്ങി പോടാ. തനിക്ക് ഇവിടെ ജോലിയില്ല, ഒന്നുമില്ല. ഇനി മേലിൽ തന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങി പോവാൻ. സർ, ഞാൻ പറയുന്ന ഒന്ന്. ഇനി മേലാൽ നീ പടി ചവിട്ടിയുണ്ടല്ലോ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. താൻ ഇനി ഒന്നും പറയണ്ട, ഇറങ്ങി പോടോ. അച്ഛാ, അയാളൊരു കൊലപാതകയാ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കായിരുന്നു വേണ്ടത്. അയാൾ എന്തിനാ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി നോക്കി? അതിനയൊക്കെ ഭ്രാന്തല്ലേ? ഏത് കുഞ്ഞിനെ കണ്ടാലും അയാളുടെ കുഞ്ഞാണെന്ന് തോന്നും. മോളെ, കുഞ്ഞാകെ പേടിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി പാല് കൊടുക്ക്. ചെല്ലേ. അച്ഛന്ന് ഞാൻ പറഞ്ഞതല്ലേ അയാൾക്ക് ജോലി കൊടുക്കരുതെന്ന്. അച്ഛനത് കേട്ടില്ല. അയാളുടെ കണ്ണീര് കണ്ടപ്പോ മനസ്സങ്ങ് അലിഞ്ഞുപോയി. എന്നിട്ട് അയാൾ ചെയ്തത് കണ്ടില്ലേ? ആതിരയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ നോക്കി. അപ്പൊ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതോ ഒരു ഗ്യാങ്ങിന്റെ ആളാണ് ഇയാളെന്നാ എനിക്കിപ്പോ തോന്നുന്നേ. അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി മോളെ, പേടിക്കണ്ട. ഇനി അയാള് ഈ മുറ്റത്ത് വരാൻ അച്ഛൻ സമ്മതിക്കില്ല. എന്നാലും അയാള് കുഞ്ഞിനെ മാറി എടുത്തോണ്ട് പോവാൻ നോക്കിയത് എന്തിനാ? അത് അയാൾക്ക് ഭ്രാന്തായിട്ടാണോ? അയാൾക്ക് ഭ്രാന്താണോ ഭ്രാന്തല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കുറപ്പാ, കുട്ടികളെ തട്ടിക്കൊണ്ടു നടക്കുന്ന ഏതോ ഒരു സംഘമായിട്ട് അയാൾക്ക് നല്ല ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അയാളെന്തിനാ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുന്നേ? ഇതിപ്പോ നമ്മൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഈ കാര്യം സച്ചി സന്ദീപ് പറയുമ്പോ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. എല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തനാ. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾക്കും മനസ്സറിഞ്ഞൊരു സഹായം ചെയ്യാൻ പാടില്ല. തൽക്കാലം രക്ഷപ്പെട്ടു. അയാളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.